ഗുഡ് ഈവനിങ്, വെൽക്കം ടു അധോലോകം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അത് എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ എസെൻഷ്യൽസ് ഓഫ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ കോളേജിൽ BAMSന് പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുന്നെയാണ്. 1987 പ്രിൻ്റ് ചെയ്ത പുസ്തകമാണിത്. അന്നത്തെ ഹൈദരാബാദ് ഒസ്മാനിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KS നാരായണ റെഡ്ഡി എന്ന ഫോറൻസിക് മെഡിസിൻ്റെ HODയും പ്രൊഫസറും ഒക്കെ ആയിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. ഞാൻ ഈ പുസ്തകം വാങ്ങിക്കാനും പഠിക്കാനും ഇടയായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ കാലത്ത് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ബൾക്കായിട്ട് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും ചിലപ്പോൾ ഒരു കോപ്പിയൊക്കെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മീഷൻ വെച്ചിട്ട് ഞാൻ പഴയ പുസ്തകങ്ങൾ വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പുസ്തകം എടുക്കാൻ പോയപ്പോൾ, പഴയ പുസ്തകം എടുക്കുന്ന കടയിൽ ചെന്നപ്പോൾ ഈ ഒരു പുസ്തകം ഇത്രയും പഴക്കമുള്ളതായതുകൊണ്ട് ആരും എടുക്കാതെ അവിടെ വെറുതെ ഇരുന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും എത്ര വർഷം കഴിഞ്ഞാലും സംഭവിക്കാനില്ല. ഒരു സാധനം വിഷബാധ ഉണ്ടാക്കും അല്ലെങ്കിൽ അത് കാരണം മരണം ഉണ്ടാകും എന്നുള്ള അടിസ്ഥാന വസ്തുത എല്ലാ കാലത്തും അത് തന്നെയായിരിക്കും. അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു സംഗതി മാറാതെ നിൽക്കുന്നിടത്തോളം ഈ ഒരു വിഷയത്തിൻ്റെ പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു 60% അറിവുകളെങ്കിലും എത്ര പഴയ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. പിന്നീട് കാലക്രമേണ ഉണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ മാറ്റങ്ങളോ ഒക്കെ വേണമെങ്കിൽ അത് മാത്രം നമ്മൾ റെഫർ ചെയ്ത് ഇൻ്റർനെറ്റിൽ നിന്നോ ലൈബ്രറിയിൽ നിന്നോ മറ്റ് സോഴ്സുകളിൽ നിന്നോ ഒക്കെ നേടിയാൽ മതിയാവുമല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഇത്രയും പഴക്കമുള്ള ഈ പുസ്തകം വാങ്ങിയതും പഠിച്ചതും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഈ അരളിയെ പറ്റി ഭയങ്കര വിവാദങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ നശിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ഗൂഢാലോചനയാണോ, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് അരളി എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്ക് വിഷമുള്ളതായിട്ട് അറിയില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായത് എന്നൊക്കെ പലയിടത്തും കമൻറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ഡോക്ടറോട് ചോദിച്ചാലും ഈ ഒരു സംഗതി അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അല്ലെങ്കിൽ പഴയ നാട്ടുകാരോട് ചോദിച്ചപ്പോഴും ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അരളി വിഷമാണ്, അത് പറിക്കരുത്, തിന്നരുത് എന്നൊക്കെ നമ്മളോട് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയാണ് പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതി ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞതായിട്ട് കാണുന്നു. ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയ റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം പഠിച്ചിട്ട് നടപടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ടും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ടുള്ള അറിവ് ഈ ഒരു 1987 ഈ ഒരു ഫോറൻസിക് മെഡിസിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും പണ്ട് പോലെയുള്ള ഈ ഒരു അറിവ് ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് അറിയില്ലെങ്കിൽ അത് കാലക്രമേണ നമ്മുടെ അറിവ് മുന്നോട്ടാണോ പുറകോട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ സ്വയം വിമർശനപരമായിട്ട് ആലോചിക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ അധ്യായം 36 കാർഡിയാക് പോയിസൺസിലാണ് ഈ പറയുന്ന നീറിയം ഒഡോറിയം എന്ന അരളിയെ പറ്റി പറയുന്നത്. നീറിയം ഒഡോറിയം എന്നത് അന്നത്തെ പേരായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒളിയാൻഡർ എന്നാണ് പറയുന്നത്. നീറിയം ഒളിയാൻഡർ എന്ന് പറയും. അപ്പോൾ അന്നത്തെ പേരിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വൈറ്റ് ഒളിയാൻഡറാണ് ടിപ്പിക്കൽ സ്പെസിമെനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ദിസ് പ്ലാന്റ് ഓൾസോ ഹാസ് പിങ്ക്, റോസ്, ഡാർക്ക് റെഡ് കളേർഡ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. നീറിയം ഒഡോറിയം വൈറ്റ് oleander. This plant grows wild in India. Flowers usually fragrant are borne in terminal clusters. They are white, pink, dark red or rarely pale yellow. They are 2.5 to 5 centimeters wide and have 5 petals or in double blooms. Many petals. The leaves are narrow, lanceolate. Lanceolate എന്ന് പറഞ്ഞാൽ കൂർത്തിരിക്കുന്ന ഇലകളാണ്. Leathery, dark green above, lighter beneath and 10 to 25 centimeters long. Seed pod is slim, cylindrical, ribbed up to 15 centimeters long. Turns brown, dries and splits, releasing small seeds tipped with brown hairs. All parts of the plant are poisonous. Containing several cardiac glycosides, primarily oleandrin, and nereoside, nerin, which resemble digitalis in action. The nectar yields poisonous honey. Signs and symptoms. The plant is occasionally a source of contact dermatitis. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറ തൊട്ടാൽ തന്നെ അലർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രയും സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ്. Emanations from the flowers, especially
when fading cause headache, dizziness, respiratory difficulty and nausea. Ingestion causes difficulty in swallowing and articulation, abdominal pain, vomiting, profuse frothy salivation and diarrhea. Pulse is first slow and later rapid and weak. Blood pressure falls. Respirations are increased. Pupils are dilated. Muscular twitchings, tetanic spasms, lockjaw, drowsiness, coma, respiratory paralysis and death occurs. ഇത് എന്ന് പറഞ്ഞിരിക്കുന്നു? 1987 അത്രയും പഴയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഫേറ്റൽ ഡോസ് 15 grams ഓഫ് ദ റൂട്ട്. ഫേറ്റൽ പീരീഡ് 24 to 36 hours. ട്രീറ്റ്മെൻറ്റ് വാഷ് ഔട്ട് ദ സ്റ്റൊമക്ക് ആൻഡ് ട്രീറ്റ് ദ സിംറ്റംസ്. അത് അന്നും ഇന്നും അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ സ്പെസിഫിക് ആൻറ്റിഡോട്ടായിട്ട് കാര്യമായ പ്രതിവിധികളൊന്നും ഈ വിഷബാധയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള അറിവ്. പിന്നെ ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം അപ്പിയറൻസ്. ദേ ആർ നോട്ട് ക്യാരക്ടറിസ്റ്റിക്. കൺജഷൻ ഓഫ് ഓർഗൻസ് ഈസ് സീൻ. അതായത് ഇത് പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഇപ്പോൾ നമ്മൾ ഒരാൾ അരളി കഴിച്ച് വിഷബാധയായിട്ട് മരിച്ചിട്ട് ഇയാൾ ഇതിനെപ്പറ്റി പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓർഗൻസ് കൺജസ്റ്റഡ് ആയിരിക്കും എന്നുള്ള ഒരു ടിപ്പിക്കൽ കാർഡിയാക് ഫെയിലിയർ ഡെത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കാണുകയുള്ളൂ. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ വരിക. മറ്റുള്ള ലക്ഷണങ്ങൾ ക്ലിനിക്കൽ സിംറ്റംസ് മരണത്തിന് മുന്നേ ഉണ്ടാവും. ഛർദി, വയറുവേദന, വയറിളക്കം, നെഞ്ചുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഈ കഴിച്ച ആൾ തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നുള്ള വിഷബാധയാണെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. ഇനി സർക്കംസ്റ്റൻസസ് ഓഫ് പോയ്സണിങ് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അരളിയിൽ നിന്ന് വിഷബാധ ഉണ്ടാവാറുള്ളതെന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കേസുകൾ അന്നത്തെ കാലത്ത് പറയുന്നത്. The root, leaves or fruit are often used as a paste or decoction for suicidal purposes. ആളുകൾ അന്ന് മുതൽ തന്നെ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യയ്ക്ക് ഈ സംഗതി ഉപയോഗിക്കുന്നുണ്ട്. ഹോമിസൈഡ് ഈസ് റയർ. ഇത് ഉപയോഗിച്ചിട്ടുള്ള കൊലപാതകങ്ങൾ റയറാണ് എന്ന് പറയുന്നുണ്ട്. കൊലപാതകങ്ങൾ റയറാണ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ടേസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അതൊരു എന്താണ്, ഒരാൾ സ്വയം കഴിച്ചെങ്കിലല്ലാതെ മറ്റൊരാളെ കൊണ്ട് കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. As an abortifacient, root is used either locally or taken internally. അതായത് ഇതിൻ്റെ റൂട്ട് ചതച്ച് വജൈനയിൽ വെക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കഴിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും പരീക്ഷിച്ച് നോക്കരുത്. വലിയ അപകടം ഉണ്ടാക്കുന്ന സംഗതികളാണ്. ചിലപ്പം ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്ങും ഡെത്ത് വരെ സംഭവിക്കാവുന്ന സംഗതിയാണ്. ഓക്കെ. പിന്നെ റൂട്ട് ഈസ് ടേക്കൺ ഇൻറ്റേർണലി ഫോർ ട്രീറ്റിംഗ് വെനീറിയൽ ഡിസീസസ്. ഇത് എന്താണ് വെനീറിയൽ ഡിസീസ്? നമ്മുടെ ഈ സെക്ഷൽ ഡിസീസ് എന്നൊക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങളിൽ പണ്ട് കാലത്ത് ക്രൂഡായിട്ടുള്ള ചികിത്സാ രീതികൾ, ഇതിൻ്റെ വേര് ഉള്ളിൽ കൊടുത്തുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. ഇതും സർക്കംസ്റ്റൻസ് ഓഫ് പോയ്സണിങ്ങിലാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചികിത്സയൊക്കെ ചെയ്ത് പരീക്ഷിച്ചാൽ ചിലപ്പോൾ അതിനിടെ വിഷബാധ ഏൽക്കാം എന്നുള്ളതാണ്. പിന്നെ റൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ക്യാൻസേഴ്സ് ആൻഡ് അൾസേഴ്സ് ഇൻ ദ ഫോം ഓഫ് പേസ്റ്റ്. അതായത് ഈ വേര് അരച്ചിട്ട് അത് ക്യാൻസർ അല്ലെങ്കിൽ അൾസർ പോലെയുള്ള അങ്ങനെയുള്ള സംഗതികളുടെ വ്രണങ്ങൾക്ക് പുറമേ പുരട്ടാനും ഉള്ളിൽ കഴിക്കാനും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ട്. അതിൽ നിന്ന് പോലും അങ്ങനെ ഇതെല്ലാം സർക്കംസ്റ്റൻസ് ഓഫ് പോയ്സണിങ് ആണ്. അങ്ങനെയൊക്കെ വിഷബാധ ഉണ്ടായിട്ടുള്ള കേസുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് അന്നത്തെ കാലത്ത് പോലും പറയുന്നത്. ദ ഡെക്കോക്ഷൻ ഓഫ് ലീവ്സ് ഈസ് അപ്ലൈഡ് എക്സ്റ്റേണലി ടു റെഡ്യൂസ് സ്വെല്ലിങ്. ഓക്കെ. അപ്പോൾ ഇത് ലീവ്സ് അരച്ച് പുറമെ പുരട്ടി ഈ നീരിനും വേദനയ്ക്കും ഒക്കെ ശമനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷബാധ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ വിഷബാധ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ പുരട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ സ്കിന്നിൽ കൂടെ ഡയറക്റ്റ് അത് ബ്ലഡിൽ കലർന്ന് അങ്ങനെ വിഷബാധ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് അരച്ച് പുരട്ടിയതിന് ശേഷം ഈ കൈ കൊണ്ട് ഈ ആളുകൾ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വിഷബാധയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സംഗതി. ആസ് എ കാറ്റിൽ പോയ്സൺ, ദ ജ്യൂസ് ഓഫ് റൂട്ട് ഈസ് അപ്ലൈഡ് ഓൺ പീസ് ഓഫ് ക്ലോത്ത് ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഏനസ് ഓഫ് ദ ആനിമൽ. അതായത് ഈ മൃഗങ്ങളെ കൊല്ലാനായിട്ട് ഇതിൻ്റെ ഈ ജ്യൂസ് എടുത്തിട്ട് അത് തുണിയിൽ പുരട്ടി മൃഗങ്ങളുടെ ഏനസിൽ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു കൊലപാതക രീതി ആളുകൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്മോക്ക് ഫ്രം ദ ബേണിംഗ് പ്ലാന്റ് ക്യാരീസ് ദ ടോക്സിക് മെറ്റീരിയൽ ആൻഡ് മേ കോസ് സീരിയസ് ഇൽനസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ മഞ്ഞ അരളി അല്ലെങ്കിൽ മഞ്ഞക്കോളാമ്പി എന്നൊക്കെ പറയുന്ന സെർബറ തെവേഷ്യം. മഞ്ഞക്കോളാമ്പി എന്ന് പറയുമ്പോൾ വേറൊരു സാധനം കൂടിയുണ്ട്, അലമാൻഡ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് കൂടിയുണ്ട്.
അത് ഇത്രത്തോളം തന്നെ ടോക്സിക് ആണെന്ന് കരുതപ്പെടുന്നില്ല. കാരണം അത് ഉപയോഗിച്ചൊന്നും ആരും സൂയിസൈഡോ ഹോമിസൈഡോ ഒന്നും ചെയ്തതായിട്ടുള്ള അറിവുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ സെയിം നമ്മുടെ അപ്പോസൈനേഴ്സ് ഫാമിലി ആയതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലും ടോക്സിക് കണ്ടൻസ് ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ പറയുന്ന മഞ്ഞ കോളാമ്പി അല്ലെങ്കിൽ മഞ്ഞ അരളി എന്ന് പറയുന്ന സെർബറ തവേഷ്യ, അതാണ് അടുത്തത് ഇതിൽ പറയുന്ന ചെടി. അതും ഈ പറഞ്ഞ കാർഡിയാക് പോയിസണായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതുകൊണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വായിച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം, നമ്മുടെ പലരും കാട്ടുചെമ്പകം അല്ലെങ്കിൽ ചെമ്പകം എന്നൊക്കെ പറയുന്ന ഈ പ്ലൊമേറിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഫ്രാങ്കിപ്പാനി എന്നൊക്കെ പറയുന്ന പൂവ്, അതിനെ ശരിക്കും അമ്പലപ്പാല എന്നാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഭാഷയിൽ പറയുന്നത്. ആ ഒരു പൂവ്, അതും ഈ ഒരു അപ്പോസൈനേഴ്സ് ഫാമിലി തന്നെയാണ്. അതിൻ്റെയും കറ ശരീരത്തിലായാൽ ഇതുപോലെ പൊള്ളലുണ്ടാക്കുന്നത്, അലർജി ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഉള്ളിലേക്ക് കഴിച്ചാൽ വിഷബാധ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഇനി ഈ പറഞ്ഞ പോലെ ആരെങ്കിലും അബദ്ധം പറ്റിയിട്ട് ഇതൊന്നും ആരും പറഞ്ഞില്ല, കണ്ടില്ല, അറിഞ്ഞെന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്നൊന്നും പറയരുത്. ഇതെല്ലാം ഈ പറയുന്ന സംഗതികളെല്ലാം വളരെ പണ്ട് മുതലുള്ള അറിവുള്ള സംഗതികളാണ്. ഇതൊന്നും നിരോധിക്കണം എന്നുള്ളതല്ല ഈ പറഞ്ഞതിൻ്റെ ഒന്നും ഉദ്ദേശം. ഇപ്പോൾ പൂജകളിലോ അലങ്കാരങ്ങളിലോ ഒന്നും സാധാരണയായിട്ട് ഇതൊന്നും ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഭക്ഷ്യവസ്തുക്കളിലും മറ്റും ഇപ്പം പ്രസാദമായിട്ട് കൊടുക്കുന്നതിലൊക്കെ ഇതിൻ്റെ പൂക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കൊച്ചു കുട്ടികൾ, വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിൽ പോലും അബദ്ധത്തിലെടുത്ത് വായിൽ വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടം പറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇത് വളർത്താതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.